ദൈവനാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരുവനെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. തൻ്റെ വാക്ക് കേട്ടവരും ആ കൽപ്പന അനുസരിച്ചവരുമായി യേശുക്രിസ്തുവിനൊപ്പം ജീവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിച്ചവർ, അവരുടെ ഒരു സമൂഹമാണ് സഭ എന്നൊക്കെ ഏറ്റവും ലളിതമായ വാക്കുകളിൽ പറയുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ വേദപുസ്തകം ഒന്ന് പഠിക്കുകയാണെങ്കിൽ, പരിശോധിക്കുകയാണെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ കാലത്ത് തന്നെ കർത്താവ് ഒരുവനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരുവൻ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ വന്നവൻ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നു, അവനെ പിൻപറ്റുന്നു, അതായത് അവനോടൊപ്പം ആ ജീവിതം അങ്ങനെ മുൻപോട്ട് പോകുന്നു. ഇതാണ് ഒരു സാധാരണ ഗതിയിൽ ഒരു ശിഷ്യത്വത്തിന്റെ അനുഭവം. വാക്ക് കേൾക്കുന്നു, അനുസരിക്കുന്നു, അവനെ പിൻപറ്റും. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ക്രിസ്തുവിന്റെ അനുയായി എന്ന് ഒരു പരിധിവരെയൊക്കെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി അവനെ ഒന്ന് പിൻചെല്ലുവാൻ തക്കവണ്ണം, കർത്താവിനെ കേൾക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, അവനെ അനുസരിക്കുന്നുണ്ട് എന്നൊക്കെ പുറമേ തോന്നുമെങ്കിലും യഥാർത്ഥമായി അവനെ പിൻചെല്ലുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. സൈക്കിൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന്റെ ഒരു ചക്രം. ഞാൻ ഈ പറഞ്ഞതുപോലെ കർത്താവിൽ ആരംഭിച്ച് ശിഷ്യനിലേക്ക് വന്ന് വീണ്ടും അത് കർത്താവിൽ തന്നെ ആകുന്ന ഒരു സൈക്കിൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പ് യഥാർത്ഥത്തിൽ ആധുനിക ക്രിസ്ത്യാനിക്ക് തന്റെ ജീവിതത്തിൽ പുലർത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം ശാന്തമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഇന്നത്തെ സഭാജീവിതത്തിന്റെ നേർചിത്രമെന്ന് നമുക്ക് തോന്നിക്കുന്ന ഈ സംഭവത്തെ പോലെ, അല്ലെങ്കിൽ അതിന് ഉദാഹരിക്കാവുന്ന ഒരു സംഭവം നമ്മുടെ കർത്താവിന്റെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ധ്യാന വിഷയമായി ആ സംഭവത്തെയാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേർതിരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ അവൻ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം കർത്താവിലേക്ക് ഓടി വരികയാണ്. വളരെ വേഗം അവൻ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് അവനൊരു സംശയം ചോദിക്കുകയാണ്. അവനൊരു ഉത്തരം ലഭിക്കുവാൻ അവൻ ചോദിക്കുകയാണ്, നല്ലകോ നിത്യജീവനെ അവകാശമാക്കുവാൻ what shall I do? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് നിത്യജീവൻ വേണം, അതിനെ അവകാശമാക്കുവാൻ തക്കവണ്ണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ മനുഷ്യന്റെ ചോദ്യം. കർത്താവ് അത്ര പ്രോത്സാഹനജനകമായ ഒരു മറുപടി അല്ല അവന് കൊടുക്കുന്നത്. കർത്താവിക്കുകയാണ്, എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്തിനാണ്? Why do you call me good? എന്താണ് നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ മറ്റൊരുവനും നല്ലവനില്ല എന്ന് നിനക്കറിയില്ലേ? എന്നിട്ട് കർത്താവ് ഇവന് നിയമങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, നിയമങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവൻ പറയുന്നു, കർത്താവേ, ഇതെല്ലാം ഞാൻ പണ്ട് തൊട്ട് തന്നെ ചെയ്യുന്നുണ്ട്, എനിക്കിതെല്ലാം അറിയാം. കർത്താവ് പറയുകയാണ്, മകനെ, പക്ഷേ നിനക്കൊരു കുറവുണ്ട്. യു ലാക്ക് സംതിങ്, നിനക്കൊരു കുറവുണ്ട്. നീ പോയി നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കൂ, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുവാൻ തക്കവണ്ണം നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. വളരെ ആകാംക്ഷയോടെ താല്പര്യത്തോടെ ഗുരുവിന്റെ അടുക്കലേക്ക് വന്ന് നഗുരോ എന്ന് വിളിച്ചു തുടങ്ങിയ ആ മനുഷ്യൻ പിന്നെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വാക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ മടങ്ങിപ്പോവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് ദ സൈക്കിൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. കർത്താവിലേക്ക് വരുന്നു, കർത്താവിന്റെ വാക്ക് കേൾക്കുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവിനെ പിൻപറ്റുവാൻ സാധിക്കാതെ പോയ ഒരു മനുഷ്യന്റെ ഉദാഹരണമായിട്ടാണ് വിശുദ്ധ പുസ്തകം ഈ മനുഷ്യനെ വരച്ചു കാട്ടുന്നത്. ഇയാൾ ആരാണെന്നോ എന്നോ കൂടുതൽ വിശദമായ വർണ്ണനകളോ, പക്ഷേ
സമവീക്ഷണ സുവിശേഷങ്ങൾ, നമുക്കറിയാവുന്നത് പോലെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷമായിരിക്കണം ആദ്യം എഴുതപ്പെട്ടത്. അതിനുശേഷം വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കോസിന്റെയും സുവിശേഷങ്ങൾ, ഈ 3 സുവിശേഷവും ഒരുമിച്ച് സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നുള്ള പേരിലാണല്ലോ അറിയപ്പെടുക. വിശുദ്ധ മത്തായി ഈ സംഭവം പ്രതിപാദിപ്പിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അയാളെ കുറിച്ച് പറയുന്നത് ഒരു യൗവനക്കാരൻ കർത്താവിന്റെ അടുക്കിലേക്ക് ഓടി വന്നു എന്നുള്ളതാണ്. മർക്കോസ് ഒരു മനുഷ്യനെന്ന് മാത്രം പറയുമ്പോൾ മത്തായി പറയുന്നു ഹി വാസ് എ യൂത്ത്, അവനൊരു യൗവനക്കാരനായിരുന്നു. അപ്പോൾ യൗവനക്കാരനായൊരു മനുഷ്യനാണ് എന്ന് ഈ 2 സുവിശേഷ വായനകളിൽ നമുക്ക് ലഭിക്കും. വിശുദ്ധ ലൂക്ക് അല്പവും കടന്നു പറയുന്നുണ്ട്, ഒരു ധനികനായ റിച്ച് റൂളർ, ധനികനായ ഒരു പ്രമാണി. അപ്പോൾ 3 സുവിശേഷങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ധനികനായ യൗവനക്കാരനായ ഒരു പ്രമാണിയാണ് കർത്താവിനെ അന്വേഷിച്ചു വരുന്നത്. അവനാണ് കർത്താവിനോട് ചോദിക്കുന്നത്, നല്ല ഗുരു, so as to inherit eternal life, what shall I do? നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ പ്രസക്തമായ, വളരെ ജനുവിനായ ഒരാവശ്യവുമായിട്ട് ഈ മനുഷ്യൻ വരികയാണ്. എന്നാൽ ശിഷ്യ സൗഭാഗ്യം പൂർണ്ണമാകാതെ പാതി വഴിയിൽ അവൻ മടങ്ങിപ്പോകുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. സ്നേഹിതരെ, ശിഷ്യത്വത്തിൽ പരാജയം സംഭവിക്കാതെ ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ തക്കമുള്ള ഒരു ക്ഷണമാണ് കർത്താവ് ഈ മനുഷ്യന് മുൻപിലേക്ക് വെച്ച് നീട്ടുന്നത്. പക്ഷെ ആ ക്ഷണത്തിൽ ആ മനുഷ്യൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ആധുനിക ലോക പശ്ചാത്തലത്തിൽ ഈ മനുഷ്യന്റെ സംഭവത്തെ, അത് നമ്മിലേക്ക് നൽകുന്ന ചില സന്ദേശങ്ങളെ വളരെ വേഗം ഒന്ന് ചിന്തിച്ച് ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുവാൻ തക്കവണ്ണമാണ് ആഗ്രഹിക്കുന്നത്. ആകാംക്ഷയോടെ താല്പര്യത്തോടെ വന്നവനെങ്കിലും പാതി വഴിയിൽ അവൻ ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നു. എന്റെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെ ഒരു പരാജയം എനിക്ക് സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം, അങ്ങനെ നിരാശനായി മടങ്ങിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം ഈ ക്ഷണം കർത്താവ് മുൻപോട്ട് വെച്ച് നീട്ടുന്ന ഇൻവിറ്റേഷൻ, അതിനെ യഥാർത്ഥമായിട്ട് സ്വീകരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ആ ക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചിന്തകളാണ് ഈ ദിവസത്തെ ധ്യാന വിഷയം. ഈ ഭാഗം ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ ഭാഗം നൽകുന്ന ഒന്നാമത്തെ ഒരു വീക്ഷണമായി നാം മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ ഒരു ക്ഷണമായി നാം മനസ്സിലാക്കേണ്ടത്, നിത്യജീവൻ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ നല്ല ഒരു ശിഷ്യനാകുവാൻ, ഇത് രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയാണല്ലോ. നല്ല ഒരു ശിഷ്യനാണ് അവന്റെ ശിഷ്യത്വത്തിന്റെ പൂർണ്ണതയായി നിത്യജീവൻ എന്ന അവകാശം ലഭിക്കുക. നിത്യജീവൻ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ നല്ലൊരു ശിഷ്യനാകുവാൻ തക്കവണ്ണം കർത്താവ് മുൻപോട്ട് വെക്കുന്ന ഒന്നാമത്തെ ഒരു ക്ഷണമെന്ന് പറയുന്നത് അർത്ഥവത്തായ ആത്മീയതയിലേക്കുള്ളൊരു ക്ഷണമാണ്. An invitation to a meaningful spirituality. അർത്ഥവത്തായ ഒരു ആത്മീയതയിലേക്കുള്ള ക്ഷണം. ഇവിടെ ഒരു മനുഷ്യൻ ഓടുകയാണ്. കർത്താവ് ദൂരെ നിൽക്കുന്നത് കണ്ടാവണം അവൻ ഓടി വരികയാണ്, മുട്ടുകുത്തുന്നുണ്ട്, നല്ല കാര്യമാണ്. എന്നിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, എനിക്ക് നിത്യജീവൻ വേണം. പക്ഷേ കർത്താവ് അത്ര കാര്യമായിട്ട് ആ റിക്വസ്റ്റിനെ എടുക്കുന്നില്ല. കർത്താവ് അതിനെ അത്ര കാര്യമായിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ റിക്വസ്റ്റിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അവന്റെ പ്രവൃത്തിയിൽ ചില ന്യൂനതകൾ കർത്താവ് കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കർത്താവ് അവനെ ഒരു തരം ശാസനയായി, നിന്നോട് ആര് പറഞ്ഞു എന്നെ നല്ലവനെന്ന് വിളിക്കുവാൻ? ദൈവമല്ലാതെ നല്ലവനില്ല എന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ചിലപ്പോഴെങ്കിലും ഈ വേദഭാഗം ഒരുപാട് തെറ്റായ വ്യാഖ്യാനങ്ങൾ കിട നൽകാറുണ്ട്. ചിലരൊക്കെ പറയും, അവൻ തന്നെ പറയുന്നില്ല ഞാനല്ല നല്ലവൻ, ദൈവമാണ്, അപ്പൊ യേശു ദൈവമല്ല എന്നൊക്കെ പറയുവാൻ പലരും എടുക്കുന്ന ഒരു ഭാഗമാണിത്, അല്ലെ? ദൈവമാണ് നല്ലവൻ, നീ എന്നെ നല്ലവനെന്ന് വിളിക്കരുത്, അതുകൊണ്ട് ഞാൻ ദൈവമല്ല എന്നൊക്കെ പറയാറുള്ള ഭാഗമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് ജീവിച്ചിരുന്ന ഒരു സമൂഹം റോമൻ സമൂഹ ഘടനയാണ്, സാമൂഹിക വ്യവസ്ഥയാണ്. അവിടെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഒരു പേട്രണേജ് ക്ലയന്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു പ്രമാണി ആശ്രിത സംവിധാനം.
വളരെ ശക്തമായി അക്കാലത്തിൽ അതുണ്ടായിരുന്നു. നാട്ടിൽ ഒരുപാട് പ്രമാണികൾ ഉണ്ടായിരുന്നു. ആ പ്രമാണികളെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ആശ്രിതന്മാരുണ്ടായിരുന്നു. ഈ ആശ്രിതന്മാരെ, പ്രമാണിമാരെ കാണുവാനും, അവരുടെ പേട്രൻസ് ആണ്, അവരെ കാണുവാൻ ചെല്ലും, അവരെ പ്ലീസ് ചെയ്യുന്ന നല്ല വർത്തമാനങ്ങളൊക്കെ പറയും, പ്രകീർത്തിക്കും, താങ്കൾ വലിയവനാണ്, മഹാനാണെന്ന് പറയും. ഈ പ്രമാണി ഈ ആശ്രിതർക്ക് സമ്മാനങ്ങളോ ഉപഹാരങ്ങളോ ഒക്കെ കൊടുക്കും. അത് വാങ്ങി സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്ന ആശ്രിതർ. ഈ പ്രമാണി ആശ്രിത സംവിധാനം നിലനിന്നിരുന്ന ഒരു റോമൻ വ്യവസ്ഥിതിയായിരുന്നു അത്. റോമൻ ചരിത്രത്തെക്കുറിച്ച് ഈ പാക്സ് റൊമാന എന്നൊക്കെ പറയാറുണ്ട്. അതായത് റോം വലിയ സമാധാനമുള്ള ഭരണ സംവിധാനമായിരുന്നു എന്നൊക്കെ പണ്ടുകാലത്ത് പറയാറുണ്ടായിരുന്നെങ്കിലും സാധാരണക്കാരന്റെ ജീവിതത്തിൽ അവനൊരു പ്രമാണിയെ ആശ്രയിക്കും, അല്ലാതെ അവന് ജീവിക്കുവാൻ മാർഗമില്ല. ആ പ്രമാണി അവന് ദാനങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ കൊടുക്കും. അങ്ങനെ ഒരു ലളിതമായ വാക്കിൽ പറഞ്ഞാൽ ഒരു ഉടമ അടിമ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന ഒരു കാലമാണ്. ഈ മനുഷ്യൻ, ഈ വന്ന മനുഷ്യനെ കുറിച്ച് തന്നെ പറയുന്നു, ഹി വാസ് എ റൂളർ ബൈ ഹിംസെൽഫ്. അവനൊരു പ്രമാണിയാണ്, താൻ തന്നെ ഒരു പ്രമാണിയാണ്. തനിക്ക് കീഴെ ഒരുപാട് ആശ്രിതരും ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കർത്താവിനെ കുറിച്ച് കേൾക്കുന്നത്. തനിക്ക് മുൻപിൽ വരുന്ന ഒരാശ്രിതന്റെ റോളിലേക്ക് ഈ മനുഷ്യൻ അങ്ങ് മാറുകയാണ്. ഒരാശ്രിതനായി ഇവൻ കർത്താവിന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, നല്ലവനായ ഗുരു. തന്നെ തന്റെ ആശ്രിതർ പുകഴ്ത്തുന്നത് പോലെ അവൻ കർത്താവിനെയും പുകഴ്ത്തുകയാണ്. നല്ലവനായ ഗുരു, നിത്യജീവൻ പ്രാപിക്കണം എനിക്ക്, അതിന് ഞാൻ എന്ത് ചെയ്യണം? ദൈവമല്ലാതെ മറ്റൊരുവനും നല്ലവനില്ല എന്ന് പറയുമ്പോൾ സ്നേഹിതരെ മനസ്സിലാക്കണം, കർത്താവ് പറയാതെ പറയുകയാണ്, യു ആർ കോളിംഗ് മീ എ ഗുഡ് ടീച്ചർ. ഐ ആം നോട്ട് മിയർലി എ ഗുഡ് ടീച്ചർ, റാദർ ഐ ആം യുവർ ക്രിയേറ്റർ. ഞാൻ നിന്റെ സൃഷ്ടാവാണ്. എന്നെ ദൈവമായി കാണാതെ കേവലം നല്ല ഗുരു എന്ന് വിളിച്ച് നിനക്ക് ദാനങ്ങൾ നൽകുവാനുള്ള ഒരു പ്രമാണി മാത്രമായിട്ട് നീ എന്തിനാണ് എന്നെ പരിമിതപ്പെടുത്തുന്നത് എന്ന് കർത്താവ് പറയാതെ പറയുകയാണ് ഈ മനുഷ്യനോട്. സ്നേഹിതരെ, നാം ശാന്തമായി അതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അയാൾ ഒരിക്കലും കർത്താവുമായുള്ള ഒരു ആത്മബന്ധത്തിൽ നിന്ന് നിത്യജീവൻ വേണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നവനല്ല. യഥാർത്ഥത്തിൽ കർത്താവിനെ പിൻപറ്റി നിത്യജീവൻ വേണമെന്ന് കരുതി വന്നവനല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കർത്താവിന്റെ ഉപദേശങ്ങളെ അയാൾ ഗൗരവമായി കണ്ടേനെ. കർത്താവ് ആദ്യം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതെല്ലാം എനിക്കറിയാം, കുറെ കണ്ടിട്ടുണ്ട്. പണ്ടേതോ സിനിമയിൽ ലോട്ടറി അടിച്ചെന്ന് പറയുമ്പോൾ ഇന്നസെന്റ് പറഞ്ഞതുപോലെ ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, കുറെ കണ്ടിട്ടുണ്ടെന്നാണ് അയാൾ പറയുക. ഞാൻ പാലിക്കുന്നുണ്ട്. ഗൗരവമായി കർത്താവിന്റെ സന്ദേശങ്ങളെ സ്വീകരിക്കുവാൻ അയാൾ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊരിക്കലും കർത്താവുമായുള്ള ഒരു ആത്മബന്ധത്തിൽ, ഒരു വൺ ടു വൺ റിലേഷനിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വന്നവനല്ല. മറിച്ച് അവനോട് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ തന്നുകൊള്ളും, പിന്നെ എനിക്ക് എങ്ങനെയും ജീവിക്കാമെന്നുള്ള താല്പര്യത്തോടെ കർത്താവിന്റെ പിന്നാലെ വന്നവനായിട്ട് ഈ മനുഷ്യനെ കാണണം. അവിടെയാണ് സ്നേഹിതരെ യഥാർത്ഥ ശിഷ്യൻ, യഥാർത്ഥ നിത്യജീവ കാംക്ഷി അർത്ഥവത്തായ ആത്മീയതയിലേക്ക് ഉയരണമെന്ന ചിന്തയുടെ പ്രസക്തി. അത് കേവലം ഒരു പ്രമാണിയോടോ ഒരു ഉടമയോടോ ചില കാര്യങ്ങൾ ചോദിച്ച് അവനിൽ നിന്ന് നേടിയെടുക്കുന്ന ലാഘവത്തോടു കൂടിയുള്ള ഒരു ആത്മീയതയല്ല. അതിനൊക്കെ അപ്പുറത്ത് എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ ദൈവവും എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ കർത്താവും ഞാനുമായുള്ള ആഴമേറിയ ഒരാത്മബന്ധത്തിൽ നിന്ന്, അതിനെ തന്നെയാണ് ആത്മീയത എന്ന് പറയുക. എൻ്റെ കർത്താവും ഞാനുമായുള്ള ആഴമേറിയ ഒരാത്മബന്ധത്തിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ട ഒരാത്മീയതയായി സ്നേഹിതരെ ഇതിനെ നാം ഒന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ നേരിടുന്ന വളരെ കാര്യമായൊരു പ്രതിസന്ധി ഇത് തന്നെയല്ലേ എന്ന് ചിന്തിക്കണം. തൊലിപ്പുറത്ത് വളരെ ആത്മീയതയുണ്ട്. തൊലിപ്പുറത്തുള്ള ആത്മീയതയാണ്. പുറമേ എവറിത്തിങ് ഈസ് ഫൈൻ, എല്ലാം നല്ലതാണ്. ബാഹ്യമായി പ്രകടനമുണ്ട്, പ്രദർശനമുണ്ട്. അവിടെയൊക്കെ ഞാൻ ആത്മീയനാണ്, ഞാൻ കർത്താവിന്റെ വകയാണ്. എൻ്റെ SSLC ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഐ ആം എ ക്രിസ്ത്യൻ. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ, തൊലിക്കുള്ളിലേക്ക്, മാംസത്തിലേക്ക്, മജ്ജയിലേക്ക്, ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന യഥാർത്ഥ ആത്മീയത, യഥാർത്ഥ ദൈവബന്ധം എൻ്റെ ജീവിതത്തിൽ
ഉണ്ടാക്കിയെടുക്കുവാൻ അയ്യോ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ശാന്തമായി ധ്യാനത്തോടെ അനുതാപത്തോടെ ചിന്തിക്കണം സ്നേഹിതരെ. അധരം കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു, പക്ഷേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നഷ്ടമായി പോവുകയാണ്. ദേവാലയം ദൈവത്തെ കാണുവാനുള്ള ഇടമാണ്. അറിഞ്ഞോ അറിയാതെ ഇന്ന് ഞാൻ ദൈവത്തെക്കാളുപരി ദേവാലയത്തെ സ്നേഹിച്ചു പോകുന്നു. ഇതൊക്കെ ഈ തൊലിപ്പുറത്തുള്ള ഉപരിപ്ലവമായ ആത്മീയതയുടെ പ്രകടഭാവങ്ങളായി നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. നാം ഇന്ന് പലപ്പോഴും അമാനുഷികനായ ക്രിസ്തുവിനെയാണ് അന്വേഷിക്കുന്നത്, അല്ലേ? അതെ, അമാനുഷികനായ അത്ഭുതം പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെയാണ് ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് പലപ്പോഴും അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഓർക്കുക, കർത്താവ് ഒരിക്കലും ഒരു അമാനുഷികനായ മനുഷ്യനൊന്നുമായിരുന്നില്ല. അവനൊരിക്കലും അമാനുഷികൻ, അവനൊരിക്കലും ഒരു പ്രമാണിയല്ല. അവനൊരു സാധാരണക്കാരനായി, സാധാരണക്കാരായി ജീവിച്ച് സാധാരണക്കാരെ പോലെ ജീവിച്ച ഒരു മനുഷ്യനാണ്. നമ്മുടെ ജീവിതത്തിൽ അത്തരമൊരു ആത്മീയതയിലേക്ക്, ഈ പ്രകടന ആത്മീയതയൊക്കെ ഒന്ന് മാറ്റിവെച്ച് അടുത്തു വരുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ നമുക്കറിയാമല്ലോ, കർത്താവ് ഈ പിതാവ് എന്നൊരു സങ്കല്പത്തെക്കുറിച്ച് ആഴത്തിൽ പറയുന്നുണ്ട്. പഴയ നിയമകാലത്ത് യഹോവ എന്നായിരുന്നു എല്ലാവരും ദൈവത്തെ വിളിച്ചിരുന്നത്, യഹോവയാം ദൈവം. യഹൂദനെ സംബന്ധിച്ച് ഈ യഹോവ, യാഹുവേ എന്ന പേര് പോലും അവന് പറയാൻ ഭയമായിരുന്നു. ഭയങ്കരനായ ദൈവം, ബലവാനായ ദൈവം, പവർഫുൾ ആയിട്ടുള്ള ദൈവം, ഇതൊക്കെയായിരുന്നു ദൈവത്തെക്കുറിച്ച് സങ്കല്പങ്ങൾ. അങ്ങനെയാണ് കർത്താവ് വന്നത്. കർത്താവിനോട് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, കർത്താവേ, കണ്ടില്ലേ യോഹന്നാനെ നോക്കി, അവനൊക്കെ അവന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങളെയും കൂടെ ഒന്ന് പഠിപ്പിക്ക്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. കർത്താവ് എന്താ പഠിപ്പിച്ചത്? കർത്താവ് എന്തായിരിക്കണം പഠിപ്പിക്കേണ്ടിയിരുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ യഹോവേ, അങ്ങനെയാണോ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങനെയാണോ പഠിപ്പിച്ചത്? പിന്നെ എന്താ പഠിപ്പിച്ചത്? കർത്താവ് പഠിപ്പിക്കുകയാണ്, നീ അറയിൽ കടന്ന് വാതിലടച്ചിട്ട് കൈ ഇങ്ങനെ മേപ്പോട്ട് പൊക്കിയിട്ട് നീ പ്രാർത്ഥിക്ക്, സ്വർഗത്തിലുള്ള ഞങ്ങളുടെ അപ്പ. എന്ത് സ്വാതന്ത്ര്യമാണ് നൽകിയത്? ദൈവത്തെ അപ്പനെന്ന് വിളിക്കാവുന്ന, ദൈവത്തെ പിതാവെന്ന് വിളിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം. സ്നേഹിതരെ, അർത്ഥവത്തായ ആത്മീയതയിൽ അവൻ പ്രമാണിയല്ല, അമാനുഷികനല്ല, ചോദിക്കുമ്പോൾ തരുന്നവനല്ല, അവൻ എൻ്റെ അപ്പനാണ്. ഈ ഒരു പിതൃസങ്കല്പത്തിലേക്കാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം വളരേണ്ടത്. പണ്ടങ്ങോ വായിച്ച ഒരു കഥ, വെറുതെ ഒരു കുട്ടിക്കഥയാണ്. ഇത് പുസ്തകത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ബോബി അച്ഛന്റെ പുസ്തകത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്, രണ്ട് കുഞ്ഞുങ്ങള് ഒരു പെരുന്നാളിന് പോവുകയാണ്. രണ്ട് കുഞ്ഞുങ്ങൾ പെരുന്നാളിന് പോകുമ്പോൾ ഒരു മകൻ പറഞ്ഞു, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങണം, പെരുന്നാൾ കഴിയുമ്പോൾ അവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങണം. എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അവൻ പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ ഈ ആദ്യത്തെ മകൻ പറഞ്ഞു, എൻ്റെ 100 രൂപയുണ്ട്, എനിക്ക് 100 രൂപയുടെ സാധനങ്ങൾ വാങ്ങാം. പക്ഷേ മറ്റവൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇവർ രണ്ടും പെരുന്നാളിന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഈ 100 രൂപ കയ്യിലുള്ള മകൻ ഒരുതരം കളിയാക്കലോടെയാണ് ഈ മറ്റേ മകനോട് സംസാരിക്കുന്നത്. അവനൊന്നും വാങ്ങാനുള്ള സാധ്യതയില്ല, ഇവന്റെ കയ്യിൽ 100 രൂപയുണ്ട്. ആദ്യം ഒരു നിരാശയൊക്കെ തോന്നിയെങ്കിലും ഈ രണ്ടാമത്തെ മകൻ അല്പം കഴിയുമ്പോൾ പറയുകയാണ്, കൂട്ടുകാരാ, നിന്റെ കയ്യിൽ 100 രൂപ ഉണ്ടോ എന്നുള്ളത് ശരിയാണ്, നിനക്ക് 100 രൂപയുടെ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. പക്ഷേ നിന്റെ കയ്യിലെ 100 രൂപ തീരുമ്പോൾ നിന്റെ വാങ്ങുവാനുള്ള കപ്പാസിറ്റി അവിടെ തീരുകയാണ്. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഒന്നും എപ്പോഴില്ലെങ്കിലും എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ അപ്പനും ഈ പെരുന്നാളിൽ ഇവിടെ എവിടെയോ ഉണ്ട്. എൻ്റെ യഥാർത്ഥമായ ആവശ്യം വരുമ്പോൾ എൻ്റെ അപ്പന്റെ അടുത്തേക്ക് ചെന്നാൽ 100 രൂപയല്ല, എത്ര രൂപയുടെ സാധനം വേണമെങ്കിലും എനിക്ക് ലഭിക്കും. അതുകൊണ്ട് നിന്റെ 100 രൂപയെക്കാളും എനിക്ക് പ്രാധാന്യം, മൈ ഫാദർ ഈസ് സംവെയർ അറൗണ്ട് ഹിയർ. എനിക്ക് തോന്നുന്നു ഇത് വെറുതെ ഒരു കഥയാണെങ്കിലും നമ്മുടെ ജീവിത പരിസരങ്ങളിലും ഈ ഒരു ബോധ്യമാണ് ആഴത്തിൽ ഉണ്ടാവേണ്ടത്. മൈ ഫാദർ ഈസ് ദേർ വിത്ത് മീ. എന്റെ ദൈവം, എന്റെ പിതാവ് എന്നോടൊപ്പമുണ്ട്. അവനോട് പോയി ചോദിച്ച് അവനിൽ നിന്ന് നന്മകൾ കിട്ടി ദാനങ്ങൾ തേടുന്ന ഒരു ആത്മീയതയല്ല എനിക്ക് വേണ്ടത്. പ്രത്യേകിച്ച് കോവിഡ് വല്ലാതെ പെരുകി വാട്ട് നെക്സ്റ്റ് എന്നറിയാതെ നിൽക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടേത്.
ഭയത്തോടെയാണ് നമ്മൾ ഈ ദേവാലയത്തിൽ പോലും യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് അറിയാതിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പിതൃബോധം, ഈ ഒരു അപ്പൻ കൂടെയുണ്ടെന്ന തിരിച്ചറിവ്, എന്തു വന്നാലും സാരമില്ല, എന്തു വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന ആത്മബോധത്തിലേക്കൊക്കെ നാം കൂടുതലായിട്ടൊന്ന് അടുത്തു വരേണ്ടിയിരിക്കുന്നു സ്നേഹിതരെ. ഞാൻ ഒന്നാമത്തെ ചിന്തയെ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നല്ല ഗുരു എന്ന് വിളിച്ച് കർത്താവിനെ പ്ലീസ് ചെയ്ത് പ്രമാണിയായ കർത്താവിൽ നിന്ന് ആശ്രിതനായ ഞാൻ നേടിയെടുക്കുന്ന കുറെ ദാനങ്ങളാൽ അല്ല എൻ്റെ ആത്മീയത നിലനിൽക്കേണ്ടത്. അതിനൊക്കെ അപ്പുറത്ത് വളരെ മീനിങ് ഫുൾ ആയ ഒരു പിതൃബോധത്തിലേക്ക്, വളരെ അർത്ഥപൂർണമായ ഒരു പിതൃസങ്കല്പത്തിലേക്ക് എൻ്റെ ചിന്തകളെ ഒന്ന് ഉയർത്തിവിടുവാൻ തക്കവണ്ണം എനിക്ക് സാധിക്കണം. അവൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിൽ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുമ്പോൾ ആ അർത്ഥപൂർണമായ ആത്മീയത രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഒന്നാമത്തെ കുറിപ്പിനോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ ക്ഷണം അർത്ഥപൂർണമായ അർത്ഥവത്തായ ആത്മീയതയിലേക്കുള്ള ക്ഷണം തന്നെയാണ്. രണ്ടാമത്തെ കുറിപ്പ്, നല്ല ഗുരു എനിക്ക് നിത്യജീവൻ വേണമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യനടുത്ത് വരികയാണ്. നല്ലവനെന്ന് എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്നൊക്കെ കർത്താവ് ചോദിച്ചു. അതിനുശേഷം കർത്താവ് അവനോട് സംസാരിക്കുവാൻ പറയുകയാണ്. കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ പറയുകയാണ്. കുറിപ്പിങ്ങനെയാണ് ഞാൻ കുറിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്ഷണം സ്വയകേന്ദ്രീകൃതമല്ലാത്ത ഒരു ജീവിത ശൈലിയിലേക്കുള്ള ക്ഷണമാണ്. An invitation to a life which is not self-centered. സ്വയകേന്ദ്രീകൃതമല്ലാത്ത ഒരു ജീവിതത്തിലേക്കുള്ള ക്ഷണമാണ്. നിത്യജീവനിലേക്ക് നീ വരണമെങ്കിൽ, യഥാർത്ഥ ശിഷ്യനായി നിനക്ക് മാറണമെങ്കിൽ നീ ആദ്യമേ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? കൊല ചെയ്യാൻ പാടില്ല, വ്യഭിചാരം ചെയ്യാൻ പാടില്ല, മോഷ്ടിക്കുവാൻ പാടില്ല, കള്ളസാക്ഷ്യം പറയുവാൻ പാടില്ല, ചതിക്കുവാൻ പാടില്ല, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ? ഇതൊന്നും കർത്താവ് പുതുതായിട്ട് പറഞ്ഞു തുടങ്ങിയ പാഠങ്ങളല്ല. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ യഹോവയാം ദൈവം മോശ മുഖേന ഇസ്രായേലിന് കൊടുത്ത 10 കൽപ്പനകളുടെ ഭാഗമാണ്. 10 കൽപ്പനകൾ നമുക്കറിയാവുന്നതാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. 10 കൽപ്പനകൾ എത്ര ഉണ്ട്? 10 ഉണ്ട് അല്ലേ? അതില്ലാത്തൊരു ചോദ്യമായിപ്പോയി. 10 കൽപ്പനകൾ, അതിൽ ആദ്യത്തെ 4 എല്ലാം ഒക്കെ ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കുകയില്ല, പക്ഷെ പഠിക്കാനുള്ള എളുപ്പവഴിയാണ്. 10 കൽപ്പനകളിൽ ആദ്യത്തെ 4 ഒരു മനുഷ്യൻ ദൈവവുമായി ഉണ്ടാക്കേണ്ട ബന്ധത്തെ കുറിച്ചാണ്. എന്തൊക്കെയാണ്? ഞാൻ നിന്റെ ദൈവമായ യഹോവയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാവരുത്. 2, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. 3, ഭൂമിയിലുള്ള യാതൊന്നിന്റെയോ വിഗ്രഹമോ പ്രതിഷ്ഠയോ ഉണ്ടാക്കിയതിനെ ആരാധിക്കരുത്. 4, 7-ാമത്തെ ദിവസം ശാബതാണ്, ശാബത്തിനെ ശുദ്ധീകരിക്കുക. ഈ 4 ഒരു മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ട ശീലങ്ങളാണ്. എന്നാൽ തുടർന്നു വരുന്ന 6 എന്തൊക്കെയാണ്? ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരന്റെ കാളയെ മോഹിക്കരുത്, കഴുതയെ മോഹിക്കരുത്, ഭാര്യയെ മോഹിക്കരുത്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് 6-ാമതായി കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. എന്താണ് അതിന്റെ അർത്ഥം? നീ നിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ടൊരു ജീവിതം നയിക്കുമ്പോൾ യു ഷുഡ് ബി വെരി മച്ച് ഫെയ്ത്ത്ഫുൾ. വളരെ വിശ്വസ്തയോടെ നിന്നെ കേന്ദ്രീകരിച്ചുള്ളൊരു ജീവിതമല്ല, അതിനപ്പുറത്തുള്ളൊരു ജീവിത ശൈലിയിലേക്ക് നീ രൂപപ്പെട്ടു വരണമെന്നാണ് പഴയ നിയമകാലത്ത് നൽകുന്ന കൽപ്പന. കർത്താവ് അതിന് അടിവരയിടുകയാണ്. നീ നിത്യജീവൻ തേടി വരുമ്പോൾ ഓർക്കുക, നീ ഇന്ന് പലപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നീ നിന്റെ സമൂഹവുമായുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരുവനെ കൊല ചെയ്യരുത്, പരസ്ത്രീയുമായി വ്യഭിചാരം ചെയ്യരുത്, മറ്റൊരുത്തിൻ്റെത് മോഷ്ടിക്കരുത്, മറ്റൊരുത്തിനെതിരായി കള്ളസാക്ഷ്യം പറയരുത്, മറ്റൊരുത്തന്റെ യാതൊന്നിനെയും മോഹിക്കരുത്. നിനക്ക് ജന്മം തന്നെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. സഹജീവികളുമായുള്ള ബന്ധത്തിലുള്ള വിശ്വസ്തതയും സുതാര്യതയുമാണ് കർത്താവ് അടിവരയിട്ട് പറയുന്ന ആശയമെന്ന് സ്നേഹിതരെ നാം ശാന്തമായിട്ട് മനസ്സിലാക്കണം.
മറ്റുള്ളവരോടുള്ള നിന്റെ ബന്ധം, സഹജീവികളുമായുള്ള നിന്റെ ബന്ധം. ഇന്ന് പലപ്പോഴും ഞാനാണ് ശരിയെന്ന് വല്ലാതെ വിചാരിച്ചു പോകുന്നൊരു കാലമാണ്. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഐ ആം ഇൻഫാലിബിൾ, ഒരിക്കലും ഞാൻ തെറ്റില്ല, എന്റെ നിലപാടുകളൊക്കെ എപ്പോഴും ശരിയാണ്, എന്റെ സമ്പാദ്യം, എന്റെ പണം, ഞാൻ ഉണ്ടാക്കുന്നത്, എന്റെ കുടുംബം, ഞാനാണ് ശരി. ഈ ഞാൻ എന്ന അഹംഭാവം വല്ലാതെ പെരുകുന്നവനാണ് പള്ളിയിൽ വന്നിട്ട് ചോദിക്കുന്നത്, കർത്താവേ നിത്യജീവൻ തരണം. ദേവാലയത്തിൽ വരുമ്പോൾ കൈവരിച്ച് ഞാൻ നിൽക്കും, പക്ഷെ എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇന്ന് അഹംഭാവത്തോടെ ജീവിക്കുന്നവനായിട്ട് മാറുകയാണ്. മറ്റുള്ളവൻ എന്റെ കണക്കുകൂട്ടലുകളിൽ എങ്ങുമില്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. കർത്താവ് പറയുന്ന ഉപമ ഇങ്ങനെയാണ്: ഒരു മനുഷ്യന് ഒരു പ്രത്യേക വർഷം ധാരാളം വിളവ് കിട്ടി. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയൊന്നുമല്ല, കാലാവസ്ഥ അനുകൂലമായതോ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ അവൻ ഒരുപാട് വിളവ് കിട്ടി. അവൻ എന്ത് ചെയ്തു? അവനിങ്ങനെ ചിന്തിക്കുകയാണ്, ഓ ഇത്രയും കിട്ടി, ഞാൻ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടെ ഞാൻ ഇനി എന്ത് ചെയ്യും? അവസാനം അവൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ കളപ്പുരയൊക്കെ പൊളിച്ചു പണിയാൻ പോവുകയാണ്, എൻ്റെ സ്റ്റോർ റൂമൊക്കെ പൊളിച്ചു പണിയും, വലിയൊരു വീട് പണിയും, വീട് പണിതിട്ട് ഞാനിതെല്ലാം കൂട്ടിവെക്കും, ഞാനിതെല്ലാം കൂടി ചേർത്ത് വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ കഴിക്കും, I will eat, I will drink and I will make money. ഞാൻ തിന്നും കുടിക്കും, ആനന്ദിക്കും, കുറെ വർഷത്തേക്ക് ഞാൻ ഇനി വെറുതെ ഇരിക്കും. ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എന്റെ അധ്വാനമാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ അത് എന്നിലേക്ക് തന്നെ ചുരുക്കി വെക്കും, കൂട്ടിവെക്കും, ഞാൻ വെറുതെ ഇരിക്കും. കർത്താവ് ചോദിക്കുകയാണ്, എന്താണ് ചോദിക്കുന്നത്? എന്നാ കർത്താവ്? മോനെ നന്നായിരിക്കുന്നു എന്നാണോ പറഞ്ഞേ? അല്ല, കർത്താവ് എന്നാ പറഞ്ഞേ? ഹേ മൂഢ, കർത്താവ് ചോദിക്കുകയാണ്, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ കരുതി വെച്ചതൊക്കെ ആർക്കാകുമെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. തൊട്ട് താഴത്തെ വഴിയിൽ എഴുതിയിട്ടുണ്ട്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ, അണ്ടർലൈൻ ചെയ്യണം, തനിക്ക് വേണ്ടി തന്നെ നിക്ഷേപിക്കുന്ന കാര്യം ഇങ്ങനെയാകുന്നു. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം എങ്ങനെയാണ്? അവൻ മൂഢനാണ്. ശാന്തമായി നാം നമ്മുടെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവേ, സ്വയത്തോടുള്ള താല്പര്യം, എന്നോടുള്ള എന്റെ താല്പര്യം സഹജീവികളോടുള്ള സ്നേഹമില്ലായ്മയായി മാറിയിട്ടില്ലേ? കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ചെറിയ കവിത ഇങ്ങനെയായിരുന്നു. ഇംഗ്ലീഷിലുള്ളൊരു കവിതയാണ്, ശ്രദ്ധയോടെ കേട്ടാൽ മനസ്സിലാകും. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്: ഐ ഹാഡ് എ ലിറ്റിൽ പാർട്ടി. എനിക്കൊരു കൊച്ചു പാർട്ടി ഉണ്ടായിരുന്നു. This afternoon at 3. I had a little party this afternoon at 3. It was very small. ഒരു കുഞ്ഞു പാർട്ടി ആയിരുന്നു. 3 guests in all. ആകെ 3 അതിഥികളെ ഉണ്ടായിരുന്നുള്ളൂ. Just I, myself and me. Just I, myself and me. ആകെ 3 അതിഥികളെ എന്റെ പാർട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. I, മൈസെൽഫ് ആൻഡ് മീ. യഥാർത്ഥത്തിൽ ഇന്ന് ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഞാൻ എന്നോടൊപ്പമായിരുന്നു ആഘോഷിക്കുന്നു. എൻ്റെ ആഘോഷങ്ങളിലോ എൻ്റെ കരുതലിന്റെ അനുഭവങ്ങളിലോ ഒന്നും മറ്റൊരുവനുമില്ല. ആ കരുതലില്ലായ്മ കൊണ്ടാവാം ഭർത്താവിന് ഭാര്യയെ കൊല്ലുവാനും, മക്കൾക്ക് മാതാപിതാക്കളെ കൊല്ലുവാനും, മാതാപിതാക്കൾക്ക് മക്കളെ കൊല്ലുവാനും ഒന്നും മടിയില്ലാത്തൊരു സമൂഹമായി നാം മാറുന്നത്. ആർക്കും ആരെക്കുറിച്ചും താല്പര്യമില്ല. എനിക്ക് എന്നെ കുറിച്ച് മാത്രം, ഞാൻ മാത്രം. കർത്താവിന്റെ അടുക്കൽ ആ കുഷ്ഠരോഗി വന്നപ്പോൾ, കുഷ്ഠരോഗി പോടാ എന്ന് പറഞ്ഞ് കർത്താവിന് മാറ്റിവിടാമായിരുന്നു. അല്ലെങ്കിൽ ദൂരെ മാറി നിന്ന്, നമുക്കിന്ന് കോവിഡ് വരെ നമ്മൾ വിചാരിച്ച് ദൂരെ മാറിയിരിക്കുന്നത് പോലെ കർത്താവിനും വേണം ദൂരെ മാറി നിന്ന് ആട്ടെ സൗഖ്യമാവട്ടെ എന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ കർത്താവ് എന്നാ ചെയ്തത്? കേവലം സൗഖ്യമല്ല കർത്താവ് കൊടുത്തത്. കർത്താവ് ആ കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ കർത്താവ് ആദ്യം പോയി കൈ നീട്ടി അവനെ ഒന്ന് തൊട്ടു. കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും,
ആരെങ്കിലും അവനെ ഒന്ന് തൊട്ടിട്ട് ഒരുപാട് കൊല്ലങ്ങളായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവനെ കൈനീട്ടി തൊട്ടത്. എനിക്ക് എന്റെ സ്പർശനം ആവശ്യമുള്ള ഒരുവനെ പോലും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വിട്ടുതരും കേട്ടോ. നമ്മുടെ സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങൾ പോലും ഒരു സ്പർശനമൊന്നും കിട്ടാതെ ഇന്ന് ഭാരപ്പെടുന്നുണ്ട്. അപ്പനൊന്ന് തൊട്ടിട്ട്, അമ്മയൊന്ന് തൊട്ടിട്ട് ആനന്ദം അനുഭവിക്കുവാൻ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പങ്കാളി എന്ന് തൊടുന്നത് കാത്തിരിക്കുന്ന ദമ്പതികളുണ്ട്. മകന്റെയോ മകളുടെയോ നല്ല വാക്ക് കേൾക്കുവാൻ കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. നമുക്കെന്തേ ആരെയും തൊടാൻ സാധിക്കാതെ പോകുന്നത്? ജീവിതത്തിലെ വിശ്വസ്തത മറ്റൊരു ഘടകമാണ്. പള്ളിയിൽ വെച്ച് മണവാളന്റെ കയ്യിലോട്ട് മണവാട്ടിയുടെ കൈ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്തു പറഞ്ഞു? നോക്കിക്കോണമെന്നാ പറഞ്ഞത്. നോക്കിക്കോണം, നിന്നെ ഏൽപ്പിച്ചു വിടുക എന്നാ പറഞ്ഞത്. ഒരിടയൻ ആടുകളെ നോക്കുന്നത് പോലെ ഭാര്യയെ ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. സ്നേഹിതരെ, ആ പിടി ജീവിതാവസാനം വരെ പിടിക്കുവാനുള്ള പിടിയാണ്. 2 ദിവസം കഴിഞ്ഞപ്പം അതേ കൈകൊണ്ട് തന്നെയാണ് ഭാര്യയുടെ കരണത്ത് കൊടുക്കുന്നത്. ഇടയൻ ആടിനെ കൊന്നു തിന്നുകയാണ്. മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ നാം വല്ലാതെ ധ്യാനിക്കണം. മറ്റുള്ളവരെയൊക്കെ ഇന്ന് കേൾക്കാനെങ്കിലും സാധിക്കണം. ഒന്നും കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലുമേ ഒന്ന് കേൾക്കാനെങ്കിലും സാധിക്കണം. ഒന്ന് തൊടേണ്ടിയവനെ ഒന്ന് തൊടാൻ സാധിക്കണം. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതൊക്കെ ഇരിക്കാൻ വളരെ എളുപ്പമാണ് സ്നേഹിതരെ. നമ്മുടെയൊക്കെ വീടിന്റെ ഉള്ളിൽ എന്തുമാത്രം കഠിന വാക്കുകളാണ് നമ്മൾ പറയുന്നത്. വളരെ പേർപ്പസ്ഫുൾ ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി തന്നെയല്ലേ പല വാക്കുകളും പറയുന്നത്, കനക്കെ കൊള്ളുവാൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെയാണ് ഈ സ്വയകേന്ദ്രീകൃത ജീവിതശൈലിയിൽ നിന്നുള്ള മാറ്റം എന്ന് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ വലിയ മഹാനായിരുന്നു. പക്ഷെ അവൻ പറയുകയാണ്, അയ്യോ ഞാൻ ഇങ്ങ് കുറയേണ്ടവനാണ്, അവനാണ് വളരേണ്ടത്. പ്രായമേറി എലിസബത്ത് കുഞ്ഞു മറിയാമിനെ കണ്ടവൻ പറയാണ്, എന്റെ കർത്താവിന്റെ അമ്മ. നമുക്കിങ്ങനെയൊക്കെ പറ്റും കേട്ടോ പറയാൻ, ഇങ്ങനെയൊന്ന് പറയാനും ചെയ്യാനും. നമ്മുടെ സമ്പാദ്യത്തിന്റെയൊക്കെ ഒരു ചെറിയ വിഹിതമെങ്കിലും, നമ്മളാരും വലിയ കോടീശ്വരരോ ലക്ഷപ്രഭുക്കളോ ഒന്നുമല്ല, പക്ഷേ കയ്യിലുള്ളതിന്റെ ഒരു ചെറിയ വിഹിതം കൊണ്ടെങ്കിലും ഒരുവനെ സഹായിക്കുവാനൊക്കെ പറ്റും. അപ്പം അത്തരമൊരു വിശാലമായ ജീവിത ശൈലിയിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ തക്കവണ്ണം സാധിക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. നീ വലിയ വലിയ ആഗ്രഹങ്ങളും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. നിത്യജീവൻ വേണം, കർത്തൃശിഷ്യനാവണം, ശരിയാണ്. പക്ഷെ ആദ്യം നീ നിർമ്മിച്ചിരിക്കുന്ന ആ കൂട്ടിൽ നിന്ന് നീ ഒന്ന് പുറത്തു കിടക്കണം. നീ കെട്ടിപ്പടുത്തിരിക്കുന്ന ആ ഇടത്തു നിന്ന് നീ ഒന്ന് പുറത്തു കിടക്കണം. നീ കണ്ണുണ്ടായിട്ട് കാര്യമില്ല, കണ്ണ് തുറന്നൊന്ന് കാണണം. വാട്ട് ഈസ് ഗോയിങ് അറൗണ്ട് യു. കണ്ടിട്ട് അതിനോടൊന്ന് പ്രതികരിക്കണം. ആ പ്രതികരണമാകണം സഹജീവികളോടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത്. സഹജീവി ആരുമാകാം, അയൽക്കാരനോ മാതാപിതാക്കളോ മക്കളോ സഹോദരങ്ങളോ ആരുമാകാം. ആരുമായിട്ടാണെങ്കിലും വളരെ സജീവമായ, വളരെ സ്ഥായിയായ, സ്വയകേന്ദ്രീകൃതമല്ലാത്ത ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കുവാനുള്ള ഒരു ആഹ്വാനവും ഒരു ക്ഷണവുമാണ് കർത്താവ് രണ്ടാമത്തെ ഈ ഭാഗത്ത് വെച്ച് നീട്ടുന്നത്, വരച്ചു കാട്ടുന്നത്. രണ്ടാമത്തെ കുറിപ്പിനെയും അവിടെ അവസാനിപ്പിക്കട്ടെ. നല്ലവനായ ഗുരു എന്ന് വിളിച്ച് ഒരുവൻ ഓടി വന്ന് മുട്ടുകുത്തുകയാണ്. കർത്താവ് അവനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്, അവനെ പഠിപ്പിക്കുകയാണ്. ആദ്യം ചോദിക്കുന്നു, വൈ ഡു യു കോൾ മീ ഗുഡ്? എന്തിനാണ് എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? നിന്റെ ആത്മീയതയൊന്നും പോരാ കേട്ടോ. നീ അടുത്ത് വന്നിരിക്കുന്ന മനോഭാവമൊക്കെ മാറ്റണം. നിന്റെ ആത്മീയതയൊന്നും പോരാ. ഇങ്ങനെയല്ല നീ എന്നെ കാണേണ്ടത്. അർത്ഥവത്തായ ആത്മീയതയിലേക്കുള്ള ക്ഷണമാണ്. വീണ്ടും കർത്താവ് പറയാണ്, നിനക്ക് പാലിക്കാൻ കുറെ അധികം കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുള്ള ബന്ധത്തിൽ നീ ഇന്നായിരിക്കുന്ന സ്വയകേന്ദ്രീകൃതമായ ഇടത്തു നിന്നൊക്കെ നീ പുറത്തു വരണം. മറ്റുള്ളവരുള്ള ബന്ധം വിശാലമാക്കണം. കർത്താവ് മുൻപോട്ട് നീങ്ങുകയാണ്. മൂന്നാമത്തെ കുറിപ്പ് ഞാൻ ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്: ശീലങ്ങളെ തകർക്കുന്ന സംസ്കാരത്തിലേക്കുള്ള ക്ഷണമാണ്. An invitation to a culture that break the habits. കർത്താവ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ കർത്താവ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്,
ഞാൻ കൊല ചെയ്തിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, മോഷ്ടിച്ചില്ല, കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല, എൻ്റെ അപ്പനെയും അമ്മയും പൊന്നുപോലെ നോക്കുന്നത്, ഇത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവൻ ഓർത്ത് ഇപ്പം കിട്ടുമെന്നാ വിചാരിച്ചു. കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞത്? ഇപ്പം കിട്ടും, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ കർത്താവ്, അവിടെ ഒരു വാചകം കൂടി ഉണ്ട് കേട്ടോ. നമ്മളായിരുന്നെങ്കിൽ നമ്മളോട് എതിരിടാൻ വരുന്ന ഒരുത്തനെ എന്നാ നീ പഠിച്ചോളാന്നും പറഞ്ഞാ പറയുന്നത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അവനെ അധികമായി സ്നേഹിച്ചു. കർത്താവ് അവനെ അധികമായി സ്നേഹിച്ചിട്ട് പറയുകയാണ്, മകനെ മകനെ നിനക്കൊരു കുറവുണ്ട്. മകനെ, നിനക്കൊരു കുറവുണ്ട്. എന്താണ് കുറവ്? അവനിങ്ങനെ ആലോചിച്ച് കാണും അന്നേരം. എന്തായിരിക്കും എനിക്ക് കുറവ്? സൗന്ദര്യമായിരിക്കുമോ? അതോ എന്തായിരിക്കും കുറവ്? വിദ്യാഭ്യാസമായിരിക്കുമോ? അതോ തറവാട്ട് മഹിമയായിരിക്കുമോ? ഇവനിങ്ങനെ ആലോചിച്ച് കാണും. ഒരിക്കലും അവൻ വിചാരിച്ച് കാണുന്നില്ല പണമാണെന്ന്. ബിക്കോസ് അവൻ വളരെ ധനികനായ മനുഷ്യനായിരുന്നു. നിനക്കൊരു കുറവുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ ഒരിക്കലും വിചാരിച്ചു കാണില്ല കർത്താവ് ലക്ഷ്യം വെക്കുന്നത് തന്നെ പണത്തെക്കുറിച്ചാണെന്ന്. പക്ഷെ കർത്താവ് ലക്ഷ്യം വെച്ചത് എന്താണ്? തനിക്ക് ഏറ്റവും അധികം ഉണ്ട് എന്ന് എന്തിനെ കുറിച്ചാണോ താൻ വിചാരിച്ചത്, അതിനെയാണ് കർത്താവ് ലക്ഷ്യം വെച്ചത്. നിനക്കൊരു കുറവുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. ഇതിനെയാണ് ഞാൻ ശീലങ്ങളെ തകർക്കുന്ന സംസ്കാരം എന്ന് പറഞ്ഞത്. അവന് ശീലമായിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞ പോലെ കുറച്ച് കൽപ്പനകളൊക്കെ പാലിക്കുന്നു. ധനികനാണ്, ആശ്രിതർ വരുന്നു, അവരുമായുള്ള ബന്ധം. അവനൊരു സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്, കുറെ ശീലങ്ങളിലാണ് ജീവിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുകയാണ്, യു ഷുഡ് ബ്രേക്ക് ഓൾ യുവർ ഹാബിറ്റ്സ്. നീ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഞാനോട് പറയാൻ പോകുന്നത്. നീ പോയി നിനക്കുള്ളതെല്ലാം വിൽക്കണം. അതല്പം പ്രയാസമുള്ള കാര്യമാണ്. അത് അല്പമല്ല, വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. സ്നേഹിതരെ, വിശുദ്ധ മർക്കോസ് ഈ സുവിശേഷം എഴുതുന്ന സമയത്ത് ഒരു രോഗം സൗഖ്യമാക്കുന്ന സന്ദർഭത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണല്ലോ എഴുതപ്പെട്ടത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെയാണ് മർക്കോസ് പറയുന്ന ആദ്യത്തെ അത്ഭുതം കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന അത്ഭുതമാണ്. കാനായിലെ കല്യാണത്തിന്റെ കാര്യം പറയുന്നത് വിശുദ്ധ യോഹന്നാനാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് കുഷ്ഠരോഗിയുടെ സൗഖ്യമാണ്. ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന സമയത്തും ആദ്യം ഇയാൾ എന്നാ ചെയ്യുന്നത്? ഈ കുഷ്ഠരോഗി വന്നിട്ട് കർത്താവിന് മുൻപിൽ മുട്ടുകുത്തിയിട്ടാണ് കർത്താവിനോട് പറയുന്നത്, യേശുവേ ദൈവപുത്ര, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് പറയുന്നു. അവിടെ അവൻ മുട്ടുകുത്തി എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഗൊനുപെറ്റോൺ എന്നൊരു ഗ്രീക്ക് വാക്കാണ്. അതിന്റെ ഒരു രൂപഭേദമാണ് ഗൊനുപെറ്റോൺ എന്ന് പറയുന്ന ഒരു വാക്ക്. അതേ വാക്കാണ് ഈ മനുഷ്യനും വന്ന് മുട്ടുകുത്തി എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഈ മുട്ടുകുത്തുക എന്ന് പറയുന്ന ഗ്രീക്കിൽ ഒത്തിരി വാക്കുകളുണ്ട്. പക്ഷേ ഒരു രോഗി വന്ന് കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്തി എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ് ഈ മനുഷ്യൻ വന്ന് മുട്ടുകുത്തി എന്ന് പറയുന്നിടത്തും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതിന്റെ വകഭേദമാണ്. കർത്താവ് ഒത്തിരി സൗഖ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൗഖ്യങ്ങളുടെയൊക്കെ അവസാനം കർത്താവ് പറയുന്നുണ്ട്, നീ പോയി ദേവാലയത്തിൽ പോയി കാണിക്കുക, അല്ലെങ്കിൽ നീ പോയി ശീലോഹാമിൽ പോയി കഴുകുക എന്നൊക്കെ പറയുന്നില്ലേ. നോ, ഗെറ്റ് അപ്പ് ആൻഡ് ഗോ, നീ എഴുന്നേറ്റ് പോവുക. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹുപ്പാഗോ എന്ന് പറയുന്നൊരു വാക്കാണ്. ഹുപ്പാഗോ എന്ന് പറയുന്നൊരു വാക്ക്. ഇവിടെയും ഈ മനുഷ്യനോടും പറയുകയാണ്, നീ പോയി നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. രോഗസൗഖ്യത്തിന്റെ സമയത്ത് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ് ഈ ഭാഗത്തും ഉപയോഗിക്കുന്നത്. ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത് ഇത്രയും ഉള്ളൂ. യഥാർത്ഥത്തിൽ കർത്താവ് ഈ മനുഷ്യനെ പുതിയ ശീലങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, കർത്താവ് ഇവന്റെ ഒരു രോഗത്തെ സൗഖ്യമാക്കുകയാണ്. എന്ത് രോഗമാണ്? The disease of accumulation. കൂട്ടിവെക്കുക എന്ന അവന്റെ രോഗത്തെ, ആർജിച്ചെടുക്കുക എന്ന അവന്റെ രോഗത്തെ, പിടിച്ചെടുക്കുക എന്നുള്ള അവന്റെ രോഗത്തെ
കർത്താവ് സൗഖ്യമാക്കുവാനായിട്ടാണ് ഈ വേദഭാഗത്ത് ശ്രമിക്കുന്നത്. ആർജനമെന്ന രോഗത്തിൽ നിന്നുള്ള സൗഖ്യമാണ് കർത്താവ് ലക്ഷ്യമിടുന്നത്. ആ മനുഷ്യന് അത് സഹിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് അയാള് അതിൽ നിന്ന് അത് കേൾക്കാതെ മടങ്ങിപ്പോയത് എന്ന് പറയുന്നുണ്ട്. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലും നാം വളരെ ആഴത്തിൽ, പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ ചിന്തിക്കേണ്ട ഒരു ആശയമാണിത്. ഈ പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാര്യം, പണമെന്നുള്ളത് നമുക്കറിയാമല്ലോ, നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രയോറിറ്റി തന്നെയാണ് പണമെന്ന് പറയുന്നത്. അതിന് യാതൊരു മാറ്റവും യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പണത്തിന്റെ വിനിമയം എന്ന് പറയുന്നത്, അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എത്തരത്തിലാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് ഇന്ന് കയ്യിലുള്ളത് ഒരിടത്ത് നിക്ഷേപിച്ച് കൂടുതൽ നേടുവാൻ ശ്രമിക്കുന്നവരാണ്, അല്ലെ? ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. കയ്യിലുള്ളത് ഒരിടത്ത് നിക്ഷേപിച്ച് we are trying to gain more, കൂടുതൽ കിട്ടും. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. കയ്യിലുള്ളത് വേറെ എന്തോ ചെയ്യുക, എന്നിട്ട് നിനക്ക് കൂടുതൽ കിട്ടുക, അല്ലെ? കയ്യിലുള്ളത് വിറ്റ് ദരിദ്രം കൊടുക്കുക, അപ്പോൾ നിനക്ക് എവിടെ കിട്ടും? സ്വർഗത്തിൽ നിക്ഷേപം കിട്ടും. ഒരേ കാര്യമാണ്, പക്ഷേ രണ്ടും രണ്ട് രീതിയിലാണ്. കയ്യിലുള്ളത് എവിടെയോ ഒരിടത്ത് നിക്ഷേപിച്ച് കൂടുതൽ കിട്ടുക. കർത്താവ് പറയുന്നത് കയ്യിലുള്ളത് വിൽക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്നുള്ള രണ്ട് തലം. സക്കായി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് വേദപുസ്തകത്തിൽ. ഈ ഭാഗം ഉദാഹരിക്കുവാൻ ഏറ്റവും നല്ല ഉദാഹരണം സക്കായി തന്നെയാണ്. ഈ മനുഷ്യനെ പോലെ ഒരു പ്രമാണിയായിരുന്നു സക്കായി. കഥയൊക്കെ അറിയാം, കഥയിലേക്കൊന്നും കയറുന്നില്ല. കർത്താവിനെ കാണുന്നു. കർത്താവ് പറയുന്നു, ഇറങ്ങി വാ സക്കായി, എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം. സക്കായിയുടെ മറുപടി എന്തായിരുന്നു? സക്കായി ഏതാണ്ട് ക്രിസ്തു വഴിയിൽ കൃത്യമായി സഞ്ചരിക്കുകയാണ്. സക്കായി പറയുകയാണ്, എന്റെ കർത്താവേ, എന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും പക്കൽ നിന്ന് ഞാൻ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിന് 4 വീതം തിരികെ കൊടുക്കുന്നു. ഉള്ള സ്വത്തിന്റെ പകുതി പോയി. പിന്നെ ആരുടെയെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടി. അതുകൊണ്ട് കിട്ടിയ നിക്ഷേപം എന്താണ്? സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായോ? ഉണ്ടായി. കർത്താവ് എന്നാ പറഞ്ഞത്? ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഈ രണ്ട് സംഭവങ്ങളെ കൂട്ടി വായിച്ച സ്നേഹിതരെ, ലളിതമായ വരികളിൽ ഇങ്ങനെ എഴുതാം: പുതിയ ശീലങ്ങളിലേക്ക്, പുതിയ സംസ്കാരങ്ങളിലേക്ക് യഥാർത്ഥമായി അടുത്തു വന്നാൽ കുടുംബത്തിന് രക്ഷയുണ്ടാവും. കുടുംബത്തിന് രക്ഷയുണ്ടാകണമെങ്കിൽ ആർജനമെന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടണം. അതിന് യഥാർത്ഥമായി കർത്താവിന്റെ അടുക്കിലേക്കൊന്ന് തിരികെ വരണം. എന്നോട് ക്ഷമിക്കണം, 50 ലക്ഷത്തിന്റെയും 1 കോടിയുടെയും 2 കോടിയുടെയും വീട് കൂദാശ ചെയ്ത അതേ അച്ഛനോടാണ് കൂദാശ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പാവം പിടിച്ച ഒരു വിധവ, 2 പെൺമക്കൾ, ഒരാൾ മരിച്ചുപോയി, മറ്റേ മോൾ വിവാഹമോചിതയായ വീട്ടിലുണ്ട്, യാതൊരു ജോലിയുമില്ല ഒരു വിധവ എന്ന് പറയുകയാണ്, അച്ഛാ ഒരു 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വാടകയ്ക്കല്ലേ താമസിക്കുന്ന, ആ വീട് ഇങ്ങ് വാങ്ങാമായിരുന്നു. 1 കോടിയുടെ 1.5 കോടിയുടെ വീട് കൂദാശ ചെയ്തിട്ട് വരുമ്പോഴാണ് പറയുന്നത്, ഒരു 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛാ. എന്താണ് മറുപടി കൊടുക്കേണ്ടത്? ഒരിടത്ത് ആർജനമാണ്, മറ്റേടത്ത് ഇല്ലായ്മയാണ്. ഒസ്താദോസ്ലിമിനുടെ ആ പാട്ട് വ്യക്തിപരമായി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ധനവാനെ ബലവാനെ, ധനവാനെ ബലവാനെ, ലാസറിനെ മറക്കല്ലേ. ധനവാനെ ബലവാനെ, ധനവാനെ ബലവാനെ, ലാസറിനെ മറക്കല്ലേ, ലാസറിനെ മറക്കല്ലേ. ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുൻപിലൊന്നും ലാസറുമാരില്ല. നമ്മളിങ്ങനെ ധനത്തെക്കുറിച്ച്, എൻ്റെ ഉള്ളായ്മകളെ കുറിച്ച്, അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഉള്ള കാര്യങ്ങളെ കുറിച്ച് മതിമറന്ന് ജീവിക്കുമ്പോൾ, ഇത് പണത്തിന്റെ കാര്യം മാത്രമൊന്നുമല്ല കേട്ടോ. എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് കൂടുതലുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ കുടുംബ മഹിമ കൂടുതലുണ്ടെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ സൗന്ദര്യം കൂടുതലാണെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ
ഇതൊന്നും നൈമിഷികമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നില്ല. വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ സ്നേഹിതരെ, കഴിഞ്ഞ ഒരു വർഷത്തിനകം എത്രയോ ലക്ഷം ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടു. യാതൊരു കുഴപ്പവുമില്ല എന്ന് നാം വിചാരിച്ചിരുന്ന പലരും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മരണപ്പെട്ടു എന്ന വാർത്ത നാം കേൾക്കുകയാണ്. ഇവിടെയാണ് ഈ ആർജന സംസ്കാരം എന്ന ജീവിതശൈലിയിൽ നിന്ന് ഒരു മാറ്റത്തിലേക്ക് നാം അടുത്തു വരേണ്ട ആവശ്യകത എന്ന് നാം പറയുന്നത്. തിന്നാനും കുടിക്കുവാനും ഒക്കെ ഉള്ളത് കർത്താവ് തരും, യാതൊരു സംശയവും വേണ്ട. വീണ്ടും ലൂക്കോസ് 12 പറയുന്നുണ്ടല്ലോ, എന്ത് തിന്നുമെന്ന് വിചാരിച്ച് ജീവനായിട്ടും എന്തുടുക്കുമെന്ന് വിചാരിച്ച് ശരീരത്തിനായിട്ടും ആകുലപ്പെടേണ്ട. സ്നേഹിതരെ, നാം ആർജിച്ചു വെക്കുമ്പോൾ, നാം കൂട്ടിവെക്കുമ്പോൾ, നാം കരുതി വെക്കുമ്പോൾ തിന്നുമെന്നോ കുടിക്കുമെന്നോ വിചാരിച്ച് ആകുലപ്പെടേണ്ട എന്ന കർത്താവിന്റെ വാചകം. കർത്താവ് പറയുകയാണ്, ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് നിന്റെ സ്വർഗസ്ഥനായ അപ്പൻ അറിയാം. മുമ്പേ നീ അവന്റെ രാജ്യവും നീതി അന്വേഷിക്ക്, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് ലഭിക്കും, സകലവും നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഗുരുവിന്റെ മൊഴി. നമുക്കും ഒരു പ്രതിസംസ്കാരത്തിലേക്ക്, നാം ജീവിച്ചു വന്നിരുന്ന സംസ്കാരത്തിൽ നിന്ന് മാറി ചില പുതിയ ശീലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ നാളുകളിലെങ്കിലും ഒന്ന് അടുത്തു വരാം. നിനുവ നോമ്പ് വാതിൽക്കൽ നിൽക്കുകയല്ലേ. ഈ ഞായറാഴ്ച വൈകുന്നേരം നോമ്പ് തുടങ്ങുകയാണ്. നിനുവ നോമ്പിലെ വലിയ ധ്യാനം നിനുവായ തന്നെയാണ്. നിനുവായിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. നിനുവക്കാർക്കൊരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. തിന്ന് കുടിച്ച് മതിച്ചു പുളച്ച് ജീവിച്ചിരുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു അത്. പ്രവാചകൻ പോയി പറഞ്ഞു, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനുവ നഗരം ഉന്മൂലമാകും. അവർ ആയിരുന്ന ജീവിത ശൈലിയിൽ നിന്ന് ഒരു പുതിയ സംസ്കാരത്തിലേക്ക് അവർ അടുത്തു വരികയാണ്. ഇത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. രാജാവ് മുതൽ കന്നുകാലി വരെ അവർ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി രട്ടുടുത്തു. പട്ടിന് പകരം രട്ടുടുത്തു. മൃഷ്ടാന്ന ഭോജനത്തിന് പകരം പ്രാർത്ഥന ആഹാരമാക്കി. യാതൊന്നും കഴിച്ചില്ല, യാതൊന്നും ആസ്വദിച്ചില്ല. അതിമനോഹരമായൊരു വാചകമുണ്ട്. ഇങ്ങനെ ജനമെല്ലാം പുതിയ ശീലത്തിലേക്ക് വന്നപ്പോൾ എഴുതിയിരിക്കുന്ന വാചകം എങ്ങനെയാണ്? ജനമെല്ലാം അനുതപിച്ചു. ജനത്തിന്റെ അനുതാപം കണ്ട് യഹോവ അനുതപിച്ചു. വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥമോ അവർക്ക് വരുത്തിയതുമില്ല. നമ്മുടെ ജീവിത അനുഭവങ്ങൾ, നമ്മുടെ ജീവിത ശീലങ്ങൾ പുതിയ സൃഷ്ടിയാക്കി നമ്മെ മാറ്റുമ്പോൾ സ്വർഗം സന്തോഷിക്കുമെന്ന് സംശയമില്ല സ്നേഹിതരെ. ഈ കോവിഡിന്റെ നാളുകളിലെങ്കിലും നമുക്ക് ചില ശീലങ്ങളൊക്കെ ഉപേക്ഷിക്കാം. കല്യാണത്തിനൊക്കെ ആളെ നമ്മൾ കുറച്ചു അല്ലേ, പക്ഷെ പതുക്കെ നമ്മളിപ്പോൾ അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് ആളെ കൂട്ടുന്നതാണ് മഹാപാപം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം. ആയിരിക്കുന്ന ശീലങ്ങളിൽ നിന്ന് ചില മാറ്റങ്ങളിലേക്ക് അടുത്തു വരുവാൻ സാധിക്കുമോ എന്നുള്ളത് മൂന്നാമത്തെ കുറിപ്പ് അവസാനിപ്പിക്കട്ടെ. സമയം ഏതാണ്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന്റെ 3 ക്ഷണങ്ങളായിരുന്നു ഇത്. അർത്ഥവത്തായ ആത്മീയതയിലേക്കും സ്വയകേന്ദ്രീകൃതമല്ലാത്ത ജീവിതശൈലിയിലേക്കും. മൂന്നാമത് പറഞ്ഞത് ശീലങ്ങളെ തകർക്കുന്ന സംസ്കാരത്തിലേക്കുമുള്ള ക്ഷണമാണ് കർത്താവ് വെച്ച് നീട്ടുന്നത്. നാലാമതായി, അവസാനമായി കർത്താവ് പറയുകയാണ് അവനോട്, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് കം ആൻഡ് ഫോളോ മീ, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. നാലാമത്തെ കുറിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: കുരിശിനോളം അനുധാവനം ചെയ്യുവാൻ ക്ഷണമാണ്. കുരിശിനോളം അനുധാവനം ചെയ്യുവാൻ ക്ഷണമാണ് നിത്യജീവനിലേക്ക് സഞ്ചരിക്കുന്ന ഒരുവന് ലഭിക്കുന്നത്. ആ മനുഷ്യൻ വന്നില്ല, അയാൾ പോയി. അയാൾ വളരെ സമ്പന്നനായിരുന്നത് കൊണ്ട് ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയി എന്നാണ് പറയുക. എന്നാൽ ഇതേ അധ്യായത്തിൽ തന്നെ താഴേക്ക് വരുമ്പോൾ മറ്റൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ തന്നെയാണ്. അയാളുടെ പേര് ബർത്തീമായി എന്നാണ്. തീമായിയുടെ മകനായ ബർത്തീമായി. അയാൾ അന്ധനായിരുന്നു. ബർത്തീമായി അന്ധനായിരുന്നു. ഇവിടെ പറയുന്നുണ്ട്, കർത്താവിനെ കണ്ടയുടൻ അവിടെ എഴുതിയിട്ടുണ്ട്, അവന്റെ പുതപ്പെല്ലാം എറിഞ്ഞു കളഞ്ഞിട്ട് കർത്താവിനോട് പറയുകയാണ്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. കർത്താവിന് സൗഖ്യം കൊടുത്തു. അവിടെ എഴുതിയിട്ടുണ്ട്, അതിനുശേഷം അവൻ കർത്താവിനെ അനുഗമിച്ചു. സൗഖ്യം നേടിയ ബർത്തീമായി കർത്താവിനെ അനുഗമിച്ചു.
നിത്യജീവൻ വേണമെന്ന് പ്രാർത്ഥിച്ചു വന്നവൻ അനുഗമിക്കാതെ മടങ്ങിപ്പോയി. 10-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിൽ, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അവന്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഭക്തിയുമായി കർത്താവിനെ അനുഗമിക്കുന്ന കുരിശു വരെയാണ്. എനിക്ക് തോന്നുന്നു ശിഷ്യത്വം, നിത്യജീവൻ എന്നൊക്കെ പറയുന്നത് കർത്താവിന്റെ കുരിശോളം എത്തുന്ന ഒരു ക്ഷണമാണ്. കർത്താവ് തന്നെ പറയുന്നില്ലേ, എനിക്ക് വേണ്ടി സഹോദരനെയോ സഹോദരിയെയോ ഭാര്യയെയോ അപ്പനെയോ അമ്മയെയോ നിലങ്ങളോ പുരയിടങ്ങളോ ഒക്കെ കളയുന്നവന് നിത്യജീവൻ കൊടുക്കുമെന്ന് തന്നെ പറയുന്നത്. അതും 10-ാം അധ്യായത്തിൽ തന്നെയാണ് പറയുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ ഭാര്യയും പിള്ളേരെയും അല്ലെങ്കിൽ ഭർത്താവിനെയും സ്വത്തും പുരയിടവും എല്ലാം വിട്ടിട്ട് കർത്താവിന്റെ പുറകെ പോണമെന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്നേഹിതരെ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് വാട്ട് ഇൻവിറ്റേഷൻ ഡു ഐ ഹാവ്? ശിഷ്യനാകുവാൻ വിളിച്ചിരിക്കുന്നു, അനുധാവനം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. ലളിതമായ വാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കർത്താവ് കുരിശു ചുമന്നു പോയ വഴിയിലൂടെ പിറുപിറുപ്പില്ലാതെ അവൻ എനിക്കുണ്ട്, അവൻ എനിക്ക് വേണ്ടി ഉണ്ട് എന്ന് വിചാരിച്ച് ഭംഗിയായി ജീവിക്കുക എന്നതിന്റെ അർത്ഥം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബോബി ജോസഫിന്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അതിനകത്ത് അച്ഛൻ പറയുന്ന ഒരാശയം ഇങ്ങനെയായിരുന്നു. അച്ഛൻ പറയുകയാണ്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഒന്നും ഇല്ല, അല്ലേ? വലിയ പ്രതീക്ഷയോടെ കല്യാണം കഴിച്ചാണ്, കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലായത് ഭർത്താവ് വിചാരിച്ചത്ര പോരാ, എന്നാൽ പിന്നെ മാറ്റി പുതിയ ആളെ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ദാറ്റ് ഈസ് നോട്ട് മച്ച് ഓൾട്ടർനേറ്റീവ്. അച്ഛൻ പറയുന്ന കാര്യം ഉദാഹരണം എങ്ങനെയാണ്, രാവിലെ കഴിക്കാൻ ചെന്നിരുന്നു, ഉടനെ അന്ന് ദോശയാണ്, എനിക്ക് ദോശ ഇഷ്ടമല്ല, ഉടനെ ഞാൻ വലിയ പ്രാർത്ഥന പ്രസംഗക്കാരനാണ്, ഈ ദോശ ഒരു പാത്രം കൊണ്ട് മൂടിയിട്ട് ഈ ദോശ ചിരട്ടപ്പുട്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ചിരട്ടപ്പുട്ടാവോ? ആവില്ല. ആ ദോശ അല്പവും കൂടെ തണുത്തു പോകത്തേ ഉള്ളൂ, അല്ലാതെ ചിരട്ടപ്പുട്ടായിട്ട് മാറുകയില്ല. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് എനിക്ക് സ്വീകരിക്കാവുന്ന, എന്റെ വാക്കിൽ അച്ഛൻ പറയുകയാണ്, എനിക്ക് സ്വീകരിക്കാവുന്ന കരുണീയമായ കാര്യം, ദൈവമേ ഈ ആഹാരമെങ്കിലും എനിക്ക് തന്നുവല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ലഭിച്ചതിനെ ഓർത്ത് ഭംഗിയായി ജീവിക്കുക എന്നുള്ളതാണ്. ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പറയുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. പാനപാത്രം നീങ്ങിപ്പോയില്ല, പക്ഷെ ഒരു ഇത്ര മനോഹരമായ ഒരു വാചകമാണ് അതിനോട് ചേർന്ന്. അപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് അവനെ ആശ്വസിപ്പിച്ചു. കുരിശോളം എത്തുന്ന ശിഷ്യത്വം എന്ന് പറയുന്നത്, കുരിശിനോളം നീളുന്ന ആത്മീയത എന്ന് പറയുന്നത്, ജീവിതത്തിലെ സഹനങ്ങളുടെ മുൻപിൽ എനിക്കായി ഒരു സ്വർഗദൂതനുണ്ട് എന്ന ബോധ്യത്തിൽ തമ്പുരാനെ നീ എന്ത് തരുന്നോ അതിനെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെ ജീവിതത്തോടൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തന്റെ ഇടവും ഒരാർജവത്വവുമാണ്. അതുകൊണ്ടല്ലേ കുരിശിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ആ അമ്മ, യൗവനക്കാരിയായ അമ്മ കണ്ണുക്കാതെ മകൻ മരിക്കുന്നത് നോക്കി നിന്നത്? കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശിഷ്യന്മാരോടാണ് ചോദിച്ചത്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽക്കുവാനും നിങ്ങൾ തയ്യാറാണോ? ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, അതിനോട് ചേർന്ന് അവൻ ഏൽക്കുവാൻ പോകുന്ന കുരിശുമരണത്തെ കുറിച്ചാണ് ആ പറഞ്ഞത്. കർത്താവ് സഹിച്ചെങ്കിൽ, കർത്താവ് സഹനമേറ്റെങ്കിൽ, പൗലോസ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാല് കർത്താവേ നിന്റെ കഷ്ടാനുഭവങ്ങളോട് ചേർത്ത്, നിന്റെ കഷ്ടാനുഭവങ്ങൾ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് എന്റെ ജീവിതത്തിലെ സഹനങ്ങളെയൊക്കെ നേരിടുവാനുള്ള തന്റെ ഇടം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതരെ, ലോക ചരിത്രത്തിൽ വലിയ ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഗുരുക്കന്മാരൊക്കെ അവരുടെ ശിഷ്യന്മാരെ തിരഞ്ഞു നടന്നിട്ടുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, അസാധാരണക്കാരായ ശിഷ്യന്മാരെ തേടി നടന്നവരാണ് ഈ ലോക ഗുരുക്കന്മാരൊക്കെ. എന്റെ ശിഷ്യൻ അസാധാരണക്കാരനാകണമെന്നുള്ള ആഗ്രഹത്തോടെ. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെ അസാധാരണക്കാരായ ശിഷ്യന്മാരെ തേടി നടന്നവനല്ല. കർത്താവ് സാധാരണക്കാരെയൊക്കെയാ ശിഷ്യന്മാരാക്കിയത്. മുക്കുവന്മാരെയും ചുങ്കം പിരിക്കുന്നവരെയും അങ്ങനെയൊക്കെയുള്ളവരെയാ. ആ ശിഷ്യത്വ പരമ്പരയിൽ പെട്ടവരാണ് നമ്മളും. കർത്താവ് പറയുന്നില്ലേ, എന്റെ നുകം അല്ലേ ലഘുവാണ്, വഹിക്കാൻ പറ്റാത്തതൊന്നും എന്റെ ചുമലയെ വെച്ച് തരത്തില്ല. സ്നേഹിതരെ,
വഹിക്കുവാൻ കഴിയാത്തതൊന്നും കർത്താവിന്റെ ചുമലിൽ വെച്ച് തരില്ല എന്ന ബോധ്യമാണ് കുരിശോളമുള്ള ആ യാത്രയിൽ അവനോടും ചേരുവാൻ എന്നെ സഹായിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യം ശാന്തതയോടെ ധ്യാനിക്കണം. നിങ്ങൾക്ക് വിളമ്പുന്നത് എന്താണോ അത് ഭക്ഷിക്കണം. 70 പേരെ അയക്കുമ്പോൾ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങൾക്ക് എന്താണോ തരുന്നത് അവിടെ പിറുപിറുത്ത് അവിടെ ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടത്, ഇങ്ങനെ ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെ ഒരു ഭാര്യയല്ല ഞാൻ തെരഞ്ഞത്, ഇങ്ങനെ ഒരു ജോലി അല്ല എനിക്ക് വേണ്ടിയിരുന്നത്, ഇങ്ങനെ ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിച്ചത്. വിളമ്പുന്നത് എന്താണോ അതിനെ ഒന്ന് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ദൈവത്തോട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോട് തന്നെ നമുക്ക് ശാന്തമായിട്ട് ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ സാധിക്കണം. നമ്മുടെ സങ്കടങ്ങളെ കർത്താവിന്റെ സങ്കടങ്ങളുമായി നമുക്ക് ചേർത്ത് വെക്കാം. ജീവിതത്തിൽ എന്തു ഭാരമോ എന്ത് പ്രയാസവും ഉണ്ടാകുമ്പോഴും കുരിശും ചുമന്നു പോകുന്ന ആ കർത്താവിനെ ഒന്ന് കാണണം. എന്നിട്ട് ചിന്തിക്കണം, കർത്താവേ, നിന്റെ കുരിശിന്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളോ യാതനകളോ നിന്റെ കുരിശ് കാണുമ്പോൾ ഇല്ലാതെയാകുന്നു എന്ന ആത്മബോധം, നിന്നോളം നിന്റെ സഹനങ്ങളോളം എന്റെ സഹനം എത്തുന്നില്ല എന്ന തിരിച്ചറിവ്, ഇതൊക്കെ കൂടുതലായി ഈ ദിനങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്കുകളെ ചുരുക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യന് വന്ന് കർത്താവിനോട് രക്ഷയെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ച് യാചിക്കുകയാണ്, ചോദിക്കുകയാണ്. കർത്താവ് അവനെ കൂടുതൽ നൽവരങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. കർത്താവ് നടത്തുന്ന 4 ക്ഷണങ്ങളായിരുന്നു നമ്മുടെ ചിന്താ വിഷയം. അർത്ഥപൂർണമായ ആത്മീയതയിലേക്ക്, നീ ഇന്ന് കാണുന്നത് പോലെയോ മനസ്സിലാക്കുന്നത് പോലെയോ ഒരു നല്ല ഗുരു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി മകനുമാകുന്ന ആത്മീയതയ്ക്ക് അടുത്തു വരുവാൻ സാധിക്കുമോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്, സ്വയകേന്ദ്രീകൃതമല്ലാത്ത ഒരു ജീവിത ശൈലിയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. മൂന്നാമത്തേത്, ആർജനം എന്ന വലിയ രോഗത്തിലായിരുന്നു ആ മനുഷ്യൻ. മാറ്റിവെക്കേണ്ട തകർക്കേണ്ട ശീലങ്ങളെ കുറിച്ചുള്ള പാഠമാണ്. നാലാമത്തേത്, അവസാനത്തേത്, കുരിശോളം കർത്താവിനെ പിന്തുടരുന്ന ഒരു അനുധാവനത്തെ കുറിച്ചാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങളിലും ജീവിത പശ്ചാത്തലത്തിലും നിത്യജീവൻ എന്നുള്ളത്, ശിഷ്യത്വം എന്നുള്ളത് എനിക്ക് ലഭിക്കുന്ന വലിയൊരു ദാനവും വലിയൊരു സമ്മാനവുമാണ്. യഥാർത്ഥമായതിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ഈ ചിന്തകൾ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു അവസരത്തെ ഓർത്ത്, പ്രത്യേകിച്ച് പരുമലയുടെ മണ്ണിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു അവസരം ദൈവം തരുന്നതിനെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിച്ച് ചെറിയ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.